ഉത്തരേന്ത്യയിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും അതിശക്തമായ ഭൂചലനമുണ്ടായി. അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുകുഷ് മേഖലയാണ് പ്രഭവ കേന്ദ്രം. റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തി. ഉച്ചകഴിഞ്ഞ് 2:43 ഭൂകമ്പം ഉണ്ടായത്. പാകിസ്ഥാനിൽ കനത്ത നാശനഷ്ടങ്ങൾ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാമാബാദിലും പെഷവാറിലും നിരവധി കെട്ടിടങ്ങൾ തകർന്നുവെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് 4 പേർ മരിച്ചു എന്നാണ് അനൗദ്യോഗികമായ റിപ്പോർട്ടുകൾ പാകിസ്ഥാനിൽ നിന്നും വരുന്നത്. ഇപ്പോൾ വിശദാംശങ്ങൾ നൽകാൻ സന്തോഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. സന്തോഷ്, ഏറ്റവും പുതിയ വിവരങ്ങൾ വ്യക്തമാക്കുന്നത് പോലെ തന്നെ ഇസ്ലാമാബാദിലും പെഷവാറിലും നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണു എന്നാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നിരവധി കെട്ടിടങ്ങൾ ഇസ്ലാമാബാദിലും പെഷവാറിലും തകർന്നു വീണ ഒരു ഘട്ടത്തിൽ നേരത്തെ 4 പേർ മരിച്ചു എന്നാണ് വിവരങ്ങൾ വ്യക്തമാക്കിയിരുന്നത്. മരണസംഖ്യ കൂടാനുള്ള സാധ്യത തന്നെയാണോ കാണുന്നത്? സുരേഷ്, പാകിസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറ് മേഖലയെ ഭൂകമ്പം കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടാണ് ലഭ്യമാകുന്നത്. ഇപ്പോൾ 4 പേർ മരിച്ചതും ഈ വടക്ക് പടിഞ്ഞാറ് മേഖലയിലാണ്. അത് കെട്ടിടം തകർന്നു വീണാണ് മരിച്ചത്. കൂടുതൽ പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അഫ്ഗാനിസ്ഥാനിലും കനത്ത നാശനഷ്ടം, പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളിൽ നിന്നും 256 കിലോമീറ്റർ ദൂരത്താണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം. ആ ഭാഗങ്ങളിലൊക്കെ ഒരു വലിയൊരു അപകടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. കേന്ദ്ര സർക്കാരിനും അങ്ങനെയൊരു വിവരം ലഭ്യമായിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സൈന്യത്തോട് ജാഗരൂകരായിരിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും സഹായം എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാനും സൈന്യത്തോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഈ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും കേന്ദ്രം ഇപ്പോൾ സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. വിവിധ ചീഫ് സെക്രട്ടറിമാരോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ സെക്രട്ടറി തന്നെ നേരിട്ട് സംസാരിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും സംസ്ഥാനങ്ങളിൽ നിന്ന് അപകടങ്ങൾ ഉണ്ടായാൽ അപ്പോൾ തന്നെ ഉടൻ അവിടെ എത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടക്കാൻ കേന്ദ്ര സേനകൾക്ക് നിർദ്ദേശം നൽകി. അതോടൊപ്പം സംസ്ഥാനത്തെ തന്നെ വിവിധ സേനകളോടും ജാഗ്രതയിരിക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ആവശ്യമുണ്ടെങ്കിൽ സഹായം എത്തിക്കാനുള്ളൊരു നിർദ്ദേശമാണ് നരേന്ദ്രമോദി നൽകിയത്. അതിനുശേഷമാണ് ട്വീറ്റ് ചെയ്തത്. ഇപ്പോൾ റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭുവും റെയിൽവേയോട് ഏതെങ്കിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. കൂടാതെ എല്ലാവിധ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാൻ റെയിൽവേയോടും പറഞ്ഞിട്ടുണ്ട്. ഡൽഹി മെട്രോ അല്പസമയത്തേക്ക് നിർത്തിവെച്ചു. ഡൽഹി എന്നാൽ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. ഈ ഭൂമികുലുക്കം ഒരു അപകടവും ഡൽഹി മെട്രോയ്ക്ക് വരുത്തിയിട്ടില്ല എന്നാണ് ഡൽഹി മെട്രോ അറിയിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഗതാഗതം സാധാരണ നിലയിലേക്ക് മാറുന്നു. അഫ്ഗാനിസ്ഥാൻ പ്രഭവ കേന്ദ്രമായുണ്ടായ ഈ ഭൂമികുലുക്കം ഇന്ത്യയിൽ പ്രശ്നങ്ങളുണ്ടായില്ല. ശ്രീനഗറിനെ ചെറിയ തോതിൽ ബാധിച്ചു. വൈദ്യുതബന്ധങ്ങളൊക്കെ വിച്ഛേദിക്കുന്ന തരത്തിലേക്ക് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലും അഫ്ഗാനിസ്ഥാനിലുമാണ്. സുരേഷ്, സന്തോഷ്, ഏറ്റവും പുതിയ മറ്റൊരു വിവരങ്ങൾ വ്യക്തമാക്കുന്നത് പാകിസ്ഥാനിൽ 2 കുട്ടികളടക്കം 8 പേർ മരിച്ചു എന്നാണ്. നമ്മൾ നേരത്തെ പങ്കുവെച്ച ആശങ്ക പോലെ തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത്? പ്രത്യേകിച്ച് നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണ ഒരു സാഹചര്യത്തിൽ. തീർച്ചയായും സുരേഷ്, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് പോകുന്നത്. നേരത്തെ ഈ 4 പേർ മരിച്ചു എന്ന് പറയുമ്പോൾ പോലും അവർ വീണത് കെട്ടിടങ്ങൾക്കിടയിൽ നിന്നാണ് അവരുടെ മൃതശരീരം കണ്ടെത്തിയത്. ആ കെട്ടിടങ്ങളിൽ തന്നെ കൂടുതൽ പേർ കുടുങ്ങി കിടക്കുന്നു. കൂടാതെ മറ്റ് കെട്ടിടങ്ങളൊക്കെ ആ ഭാഗത്തൊക്കെ തകർന്ന് വീണതിലും കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു നേരത്തെ ലഭ്യമായ വിവരം. കിട്ടിയ ഔദ്യോഗികമായാണ് ഇപ്പോൾ 8 എന്ന് പറയുന്നതെങ്കിൽ പോലും അനൗദ്യോഗിക കണക്കുകൾ കൂടുതൽ പേരുടെ മരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അവിടെ കാര്യമായൊരു രക്ഷാപ്രവർത്തനം തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. കറാച്ചിയിൽ നിന്നും ലാഹോറിൽ നിന്നുമൊക്കെ സൈന്യത്തെ ഈ ഭാഗത്തെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലേക്ക് നിയോഗിച്ചിട്ടുണ്ടെന്നാണ് പാകിസ്ഥാൻ ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്ന വിവരം. എന്തായാലും പാകിസ്ഥാൻ ഇതുവരെ വിദേശ രാഷ്ട്രങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു സഹായം അഭ്യർത്ഥിക്കുകയാണെങ്കിൽ നൽകും എന്ന് ഇന്ത്യയും അറിയിച്ചിട്ടുണ്ട്. 8 പേർ, 2 കുട്ടികളടക്കം 8 പേർ മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു അപകടത്തിൻ്റെ തീവ്രത വർദ്ധിക്കുന്നുവെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. സന്തോഷ്, നേരത്തെ 8.8 പാകിസ്ഥാൻ ഭൗമ പഠന കേന്ദ്രം അതിൻ്റെ തീവ്രത രേഖപ്പെടുത്തിയത്. അവർ ഏതെങ്കിലും തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം, പ്രത്യേകിച്ച് തുടർ ചലനങ്ങളുടെ ഏതെങ്കിലും സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു മുന്നറിയിപ്പ് ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ?
സുരേഷ്, ഭൗമകേന്ദ്രം കൂടുതൽ അപ്ഡേഷൻസ് ഒക്കെ നൽകുന്നുണ്ട്. അവർ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഈ സംഭവം ഉണ്ടായപ്പോൾ ചൂണ്ടിക്കാണിച്ച തുടർചലനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കെട്ടിടങ്ങൾക്ക് അടുത്തൊന്നും ജനങ്ങൾ നിൽക്കാൻ പാടില്ല, കെട്ടിടങ്ങളിൽ തന്നെ താമസിക്കാൻ പാടില്ല, മാറി താമസിക്കണം എന്നായിരുന്നു. പിന്നീട് അതിനുശേഷം ഒരു അരമണിക്കൂറിന് ശേഷം പിന്നീട് ഭൗമകേന്ദ്രം അറിയിച്ച തുടർചലനങ്ങളുടെ സാധ്യത കുറയുന്നു എന്നാണ്. കാരണം അതുവരെ പിന്നീട് ഡൽഹിയോ ഹിമാചൽ പ്രദേശിനെയോ ഹരിയാനയോ ബാധിക്കുന്ന, നോർത്ത് ഇന്ത്യയെ ബാധിക്കുന്ന തരത്തിലുള്ള തുടർചലനങ്ങൾ രേഖപ്പെടുത്തില്ല. ആ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത കുറയുന്നു എന്നവർ അറിയിച്ചു. ഇപ്പോൾ അല്ല, സാധ്യത പൂർണ്ണമായും ഇല്ലാതാകുന്നു എന്നാണ് ഭൗമകേന്ദ്ര ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്നാലും കാത്തിരിക്കുകയാണ്. 2 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നൽകാനാവുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ അത് ഉണ്ടായിരിക്കുന്ന ഈ 7.5 റിക്ടർ സ്കെയിലിൽ തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂമി കുലുക്കം ഏറ്റവും ശക്തമായ ഭൂമി കുലുക്കത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. തുടർചലനങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. സന്തോഷ്, അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുകുഷാണ് പ്രഭവ കേന്ദ്രം. നേരത്തെ നിരവധി തവണ ഭൂകമ്പം ഉണ്ടായ സ്ഥലവും അതിൻ്റെ പ്രഭവ കേന്ദ്രവുമായിരുന്നു ഈ ഒരു പ്രദേശം. പ്രത്യേകിച്ച് അവിടുത്തെ ഭൂപ്രകൃതിയും അതുകൂടാതെ അവിടുത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യവും ഒരു അരക്ഷിതാവസ്ഥയും ഈ ഒരു തരത്തിലാണ് ഈ ഒരു ആശങ്കയെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. സുരേഷ്, അതുതന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം മറ്റു വിഭാഗീയതകളും ആഭ്യന്തര കലഹവും ഒക്കെ കാരണം സർക്കാർ സംവിധാനങ്ങളൊക്കെ താറുമാറായ ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. അവിടെ മറ്റു രാജ്യങ്ങളുടെ സഹായങ്ങൾ അതിവേഗത്തിൽ എത്തുകയുമില്ല. ഇപ്പം നാറ്റോ സൈന്യം അടക്കമുള്ളവർ പിൻവാങ്ങിയ ശേഷം അവിടുത്തെ സ്ഥിതി വളരെ ദയനീയമെന്നേ പറയാൻ കഴിയുള്ളൂ. ഒരു സർക്കാർ സംവിധാനം നിലനിൽക്കുന്നത് തലസ്ഥാനമായ കാബൂളിനും അതിനു ചുറ്റുമുള്ള ഒരു 100 കിലോമീറ്ററിനകത്താണ്. ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഈ പ്രഭവ കേന്ദ്രം കണ്ടെത്തിയിരിക്കുന്ന 126 കിലോമീറ്റർ ദൂരത്തുള്ള അരാം ഭാഗത്താണെങ്കിൽ എത്രത്തോളം സർക്കാർ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് പറയാനാവുകയില്ല. അതുകൊണ്ട് തന്നെ സഹായങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ ഉണ്ടാവുക എളുപ്പവുമല്ല. വളരെ വൈകിയാണെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയേ തീരുകയുള്ളൂ. ആ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ അഫ്ഗാനിസ്ഥാൻ സർക്കാരിന് ലഭ്യമാകാൻ തന്നെ വളരെയേറെ സമയമെടുക്കും. അവിടെയായിരിക്കും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സന്തോഷ്, തിരികെത്താം. ഇപ്പോൾ പ്രൊഫസർ KT ദാമോദരൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ദാമോദരൻ, അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുകുഷ് മേഖലയായിരുന്നു പ്രഭവ കേന്ദ്രം. പാകിസ്ഥാനിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം വൻ നാശനഷ്ടങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏറ്റവും പുതിയ വിവരങ്ങൾ വ്യക്തമാക്കുന്നത് പാകിസ്ഥാനിൽ 2 കുട്ടികളടക്കം 8 പേർ മരിച്ചു എന്നാണ്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണോ ഉള്ളത്? താങ്കൾ ഏത് രീതിയിലാണ് ഇതിനെ കണക്കാക്കുന്നത്? മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് എനിക്കറിയില്ല. 7 സംതിങ് എന്ന് പറഞ്ഞു അല്ലേ? 7.7. പാകിസ്ഥാനിൽ 8.1 തീവ്രത രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ 7 പ്രത്യേകിച്ച് ഹിന്ദുകുഷ് മേഖലയിൽ 7.8 ഹിന്ദുകുഷ് മേഖലയിൽ പ്രഭവ കേന്ദ്രമായ ഹിന്ദുകുഷ് മേഖലയിൽ റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയത് 7.8. അതൊരു വലിയൊരു ഭൂകമ്പം തന്നെയാണ്. വലിയ ഡിസാസ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു ഭൂകമ്പം തന്നെയാണ്. അതൊരു പ്ലേറ്റ് ടെക്ടോണിക് മേഖലയിൽ സാധാരണ ഉണ്ടാവുന്ന ഭൂകമ്പമായതുകൊണ്ട് വളരെയധികം ഡിസാസ്റ്റേഴ്സ് ആയിരിക്കാനാണ് വഴി. ഈ മരണസംഖ്യക്ക് ഇനിയും കൂടും, നാശനഷ്ടങ്ങൾ ഇനിയും കൂടുതലുണ്ടായിരിക്കും. വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിനു മുമ്പേയും ഹിന്ദുകുഷ് മേഖലയിലൊക്കെ ഉണ്ടായിട്ടുള്ള ഭൂകമ്പങ്ങൾ വലിയ ഭൂകമ്പങ്ങളായിരുന്നു. ഏകദേശം 7 കൂടുതൽ റിക്ടർ സ്കെയിലിലെ മാഗ്നിറ്റ്യൂഡുള്ള ഭൂകമ്പങ്ങളാണ് സാധാരണ പ്ലേറ്റ് ടെക്ടോണിക് മേഖലയിൽ ഉണ്ടാവാറുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു ഭൂപ്രകൃതിയുള്ള സ്ഥലത്ത് ഇങ്ങനെയൊരു ഭൂചലനം ഉണ്ടായ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തുടർ ചലനങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വിലയിരുത്തപ്പെടേണ്ടതുണ്ടോ? തുടർചലനങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് നേപ്പാളിലുണ്ടായിരുന്ന എർത്ത് കേക്ക് കഴിഞ്ഞപ്പോൾ വീണ്ടും തുടർചലനങ്ങൾ ഉണ്ടായല്ലോ. 8.1 ഉണ്ടായി, 7.8 ഉണ്ടായി. അപ്പോൾ 2-3 വലിയ ഭൂകമ്പങ്ങൾ അവിടെ ഉണ്ടായല്ലോ. അതുപോലെ ഇവിടെയും ഉണ്ടാവാൻ സാധ്യത തള്ളിക്കളയുന്നില്ല. പ്രത്യേകിച്ച് ഇന്ത്യൻ ഭൗമപഠന കേന്ദ്രങ്ങളടക്കം അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകില്ല എന്നുള്ള ആശ്വാസം നൽകുന്ന വാർത്തകൾ തന്നെയാണ് നമുക്ക് നൽകുന്നത്. എന്നാൽ പാകിസ്ഥാനിൽ നിന്നടക്കം ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ വ്യക്തമാക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച 7.8 എന്നുള്ള തീവ്രതയിൽ നിന്നും അധികം രേഖപ്പെടുത്തിയ ഒരു കാര്യമാണ്. അതായത് 8.1 അവിടെ രേഖപ്പെടുത്തിയത്. ഈ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ഒരു അവസ്ഥ ഏത് രീതിയിലായിരിക്കും? 8.1 മാഗ്നിറ്റ്യൂഡുള്ള എർത്ത് ഒരു വലിയ എർത്ത് തന്നെയാണ്. ധാരാളം എനർജി റിലീസ് ചെയ്ത സ്ഥിതിക്ക് ചെറിയ 8.1 താഴെയുള്ള മാഗ്നിറ്റ്യൂഡുള്ള എർത്ത് ഇനി ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് പറയാൻ പറ്റില്ല. ഉണ്ടായേക്കാം. പ്രൊഫസർ KT ദാമോദരനാണ് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പ്രതികരിച്ചത്. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഭൂചലനം ഉണ്ടായിരിക്കുകയാണ്. പാകിസ്ഥാനിൽ 2 കുട്ടികളടക്കം 8 പേർ മരിച്ചു എന്നാണ് അനൗദ്യോഗികമായ വിവരങ്ങൾ
വ്യക്തമാക്കുന്നത്.